വെൽക്കം ടു ഓർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങളിന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് നിങ്ങൾക്കറിയോ? ഞങ്ങളിന്നൊരു കാടിനുള്ളിലൊരു കൊട്ടാരം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതെ, 300 കൊല്ലം പഴക്കമുള്ളൊരു വീടാണ്. കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങളിപ്പോൾ അവിടെ എത്തിക്കണു. ഇതാണ് ആ വീട്. ഇതാണ് അതിൻ്റെ പുറം ഭാഗം. ആൾപ്പാർപ്പൊന്നുമില്ല ഗൈസ്, എന്നാലും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുണ്ട്. 300 കൊല്ലം മുന്നേ പഴക്കമുള്ളൊരു വീടാണിത്. ഞങ്ങളപ്പൂപ്പമ്മ കാലത്തുള്ള വീടുകൾ കണ്ടോളി നിങ്ങൾ. ഇവിടെ എന്നിട്ട് ഇതിൻ്റെ അടുത്തുള്ളൊരു തൗത്തൊക്കെ ഉണ്ട്. അവിടെ ഉണ്ടായി കൊടുങ്ങാണ്ട് പശുക്കളെയൊക്കെ വളർത്തുന്നുണ്ട്. ഇവിടെ തുണികളൊക്കെ തോരിട്ടിക്കണു. ഇതാണ് ഗൈസ്, ഞാനും ചക്കര ഇപ്പം ഇങ്ങനെ നടന്ന് കാണിച്ചു. കുഞ്ഞുമാൾക്ക് താറാവിനെ കുളത്തിലിറങ്ങിയത് കാണിച്ചു കൊടുക്കേണ്ടത്. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കിണർ ഗൈസ്. അതിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇടിഞ്ഞിടെ ഏറ്റൊക്കെ ചാടിക്കഴിഞ്ഞുണ്ടല്ലോ. ഇനി താറാവ് കുളത്തിലുള്ളതൊന്ന് പോയി കാണിട്ടെ. സിദ്ധുമോനാണ് ഞങ്ങൾക്ക് അതൊക്കെ കാണിച്ചു തരുന്നത്. യെസ് ഗൈസ്, എവിടെ സിദ്ധുമോനെ താറാവ് കുളത്തിൽ? ഗൈസ്, താറാക്കളതാ കുളത്തിൽ ചാടിക്കളിച്ചു. വരി വരിക്കനെ നീന്തി കളിക്കുന്നുണ്ട്. എവിടെ? ഈ കുളത്തിൽ ആരെങ്കിലും കുളിച്ചലുണ്ടോ? ഈ കുളത്തിലൊരു നിഗൂഢതയുണ്ട്. അതെ, ഈ കുളത്തിന്റെ നിഗൂഢതയായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അതെ, കുട്ടീനെ കുളത്തിൽ കറക്കണ്ട, അതിനുള്ള കപ്പാസിറ്റി ഉൾക്കായിട്ടില്ല. ഇനിയോ നമുക്ക് കുളത്തിലിറങ്ങണോ? എന്നെ തോട്ടി കൊണ്ടിട്ടാണ്. അങ്ങോട്ട് പോരി, പെരൻ്റെ ഉള്ളിൽ കാണാം. നിങ്ങളെ പെര എങ്ങനെ തന്നെ അല്ലേ? പൂട്ടിട്ടില്ല. അകം പൂട്ടിക്കത്രേ. ഇതാണ് ഇതിൻ്റെ അകം. ഞാൻ കണ്ടപ്പോൾ മെല്ലൊന്ന് കയറിപ്പോയേക്കാം. ഇതാണ് കൈസത്തിൻ്റെ അകം. ഇവിടെ മേശയുണ്ട്, പൂപ്പല് പിടിച്ച അടുക്കളകളുണ്ട്. ഗൈസ്, ആകെ മൊത്തത്തിൽ പേടിയാവുന്നു. പ്രേതം ഉണ്ടാവുമോയെന്നറിയില്ല. അവിടെ മുകൾ ഭാഗം നോക്കൂ ഗൈസ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ കയറി കഴിഞ്ഞ ഒരു അറയാണ്. സിദ്ധു ആണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. സിദ്ധു, ഇതൊക്കെ എന്താണ്? ആപ്പാപ്പാൻ്റെ റൂമിൽ തരേ. അവിടെ ഒരു മെഷീനൊക്കെ കൊണ്ടു വെച്ചേക്കണം. ആകെ മൊത്തത്തിൽ അലങ്കോലായി കിടക്കേണ്ടത്. ഇതിൽ ആൾപ്പാർപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അടുത്താണ് ഇവിടെ എല്ലാവരും വേറൊരു പെരയൊക്കെ കയറ്റി പോയത്. അങ്ങനെയല്ലേ സിദ്ധു? സിദ്ധുവാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പരിചയപ്പെടുത്തി തരുന്നത്. സിദ്ധുവിനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. ഇതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറണ്ടത്തരേ. അതിൻ്റെ ഉള്ളിൽ പ്രേതം ഉണ്ടാവും. വവ്വാലത്തരേ, വവ്വാലെന്നെ ചെറുക്ക പ്രേതം. അടുക്കളയുടെ ഒരു ഫുൾ വ്യൂ ഇതാ കണ്ടോളി. അല്ലോ, ഇത് പുറത്തേക്കുള്ള വയ്യ. ഞാൻ പോട്ടെ, ഓലൊക്കെ പോയി ഇച്ച് പൊടിയാണ്. വേണ്ട, ഏകദേശമൊക്കെ കിട്ടിയിരുന്നു. ഫ്ലാഷ് ഓൺ ആക്കിയപ്പോ ഇതാ ചക്കര ധൈര്യം സംഭരിച്ച് അകത്തേക്ക് കയറുകയാണ്. ചക്കര കയറ്. നീഞ്ഞുതാ. നീഞ്ഞു എന്തിനാ കരയണേ? അമ്മേൻ്റെ കുട്ടി കരയേണ്ടേടി. 300 കൊല്ലം, ഏകദേശം 300 കൊല്ലം പഴക്കണ്ടത്രേ. അതായത് ബ്രിട്ടീഷുകാർ വരുന്ന ടൈമിൻ്റെ മുന്നേ ഉള്ള വീടാണ് ഇതൊക്കെ ഗൈസ്. അതുപോലെ വീടൊക്കെ പൂട്ടി ഇറങ്ങുകയാണ്. സിദ്ധുമോനെ നമുക്ക് പേരൊക്കെ പരിചയപ്പെടുത്തി തന്നില്ലേ. നമുക്ക് തൗത്തി പോയിട്ട് പശുവിനെ ഒന്ന് കാണാം. പശുക്കളിതാ ഗൈസ്. മാഷാ അല്ലാഹ്, നല്ല കുട്ടപ്പനും കുട്ടപ്പത്തിയാണ് അവിടെ ഇരിക്കുന്നുണ്ട്. നീഞ്ഞു വെറുതെ കരയാണ് നിങ്ങൾ വിചാരിക്കണ്ട. അവള് കരയൊന്നും അല്ല. സിദ്ധുമോൻ ഇതാ പശുവിനെ കളിപ്പിക്കുന്നു. സിദ്ധുമോനെ എൻ്റെ സ്കൂളത്തെ കുട്ടികളോട് പറയുന്നുണ്ട്, എൻ്റെ താത്താർക്ക് യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ കേട്ടോ. HN ടീംസ്. ഓക്കെ,
സിദ്ധുമോനോട് അങ്ങനെ ഞങ്ങളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണ. സിദ്ധുമോനാണ് ധൈര്യം, എനിക്കൊന്നും ധൈര്യമല്ല. ഒരു കാടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പെര. ചുറ്റും ആൾതാമസങ്ങളൊന്നുമില്ല. കാണുമ്പോൾ തന്നെ പേടിയാവും. പിന്നെ ഇതിക്ക് ഇടക്കിടക്ക് ആൾക്കാർ വരലുണ്ട്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അപ്പം നിങ്ങൾക്ക് ഫുള്ളൊരു വ്യൂ കിട്ടിയില്ലേ. അടുത്ത അതേമാതിരത്തെ വീടുകൾ ഞങ്ങൾ കണ്ടെത്തിയിട്ട് ഇനി ഞങ്ങൾ വീഡിയോസ് എടുക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത അതേമാതിരത്തെ പെരയായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. ഞങ്ങൾക്കൊരു കൗതുകം തോന്നി ഞങ്ങൾ വീഡിയോ എടുത്തതാണ്. എല്ലാവരും കമൻറ്റ് ചെയ്യുക വീട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഓക്കെ.